എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഉറങ്ങുന്നില്ലേ രണ്ടാളും? ഞങ്ങക്ക് ബീച്ചിൽ പോണം പറഞ്ഞാൽ ബീച്ചിൽ പോണം. ഞങ്ങളെ വിഷ്ണുസും കൊണ്ടുപോന്ന് പറഞ്ഞോ. പോണോടി, നിനക്ക് ഇപ്പൊ തന്നെ ബീച്ചിൽ പോണോന്ന്? പോണോന്ന് ചോദിച്ചത്. ശാലിനി, ഞങ്ങളെ വിഷ്ണുസും കൊണ്ടുപോന്ന് പറഞ്ഞോ. ഒരാളും ഇവിടുന്ന് എവിടേക്കും പോകുന്നില്ല. രണ്ടെണ്ണത്തിന്റെ ഒച്ച ഇവിടെ പൊങ്ങിയാലുണ്ടല്ലോ. ഞങ്ങക്ക് ബീച്ചിൽ പോണം. വാ പുത്തടി, വാ പുത്തന്നെ പറഞ്ഞേ. ശാലിനി, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? ഇല്ലമ്മേ, ഇവരുടെ ഈ നിർബന്ധത്തിന് വഴങ്ങി കൊടുത്താലേ ഇനി ഇവര് ചോദിക്കുന്നത് മറ്റു പലതുമായിരിക്കും. ഇനി ഇവിടെ ബീച്ചിന്റെ കാര്യം മിണ്ടി പോരുത്. വിഷ്ണുവേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുവേട്ടന് സൗകര്യമുള്ളപ്പോ കൊണ്ടുപോകും, അല്ലെങ്കിൽ എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ കൊണ്ടുപോകും. നിങ്ങൾ പറഞ്ഞിട്ടല്ലോ നിങ്ങൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്നേ. അതുകൊണ്ട് ബീച്ചിലൊക്കെ ഞങ്ങൾക്ക് തോന്നുമ്പോ കൊണ്ടുപോകും. കരഞ്ഞു കാര്യം നേടുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം രണ്ടും. ഇനി ഇവര് ബീച്ചിന്റെ കാര്യം പറഞ്ഞ എന്നോട് വന്ന് പറഞ്ഞാ മതി, അല്ലാതെ നീ ഒറ്റയ്ക്ക് അങ്ങ് വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. പറഞ്ഞത് മനസ്സിലായോ രണ്ടെണ്ണത്തിന്? ശാലിനി, നീ ഇങ്ങ് വന്നേ. ഇവര് ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട്. തൃപ്തിയായല്ലോ രണ്ടുപേർക്കും. ഇനി ബീച്ചിൽ പോണെന്ന് രണ്ടുപേരും മിണ്ടി പോകരുത്. ഞങ്ങക്ക് ബീച്ചിൽ പോണം പറഞ്ഞാൽ ബീച്ചിൽ പോണം. ഈ കാണിക്കുന്നത് അന്യായമാണേ. എന്തന്യായം? എടി, എന്റെ മകൻ കെട്ടിയ താലിയാ അവളുടെ കഴുത്തിൽ കിടക്കുന്നത്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അതല്ലേ നമ്മൾ അവളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അന്യായം. യാതൊരു തെളിവുമില്ല. ഇവള് പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമല്ലേ ഉള്ളൂ. അവൾ ഒരു താലി എടുത്ത് കാണിച്ച ഉടനെ തന്നെ അതൊരു വിവാഹമാവോ? ഇത് അപകടമാണ് മഹേട്ടാ. അറിഞ്ഞുകൊണ്ട് എടുത്ത് ചാടുന്ന വലിയൊരു അപകടം. എന്റെ മകന് വേണ്ടിയല്ലേ, അവന്റെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ആ അപകടത്തെ ഇവിടെ സ്വീകരിക്കുകയാണ്. എന്റെ മരുമകളായി ഞാൻ അവളെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു. നീയും സ്വീകരിക്കേണ്ടി വരും. നിങ്ങളെ സ്വീകരിച്ചോ? മകനെ മരുമകളെ നാലാളുടെ മുന്നിൽ വധൂവരന്മാരായി അണിയിച്ചൊരുക്കി പ്രതിഷ്ഠിക്കുകയും ചെയ്തോ. പക്ഷേ ഇതൊക്കെ അറിയുമ്പോഴേ ആ യോഹന്നാന്റെ കുടുംബത്തുണ്ടാകാൻ പോകുന്ന ഭൂകമ്പത്തെ കുറിച്ച് ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാ. അയാള് പടയും പട്ടാളമായി ഈ കുടുംബത്തേക്ക് കയറി വരും. അയാൾക്ക് പറ്റുന്നതൊക്കെ അയാൾ ചെയ്ത് ഒപ്പിക്കുകയും ചെയ്യും. ഇവളെ ഇവിടുന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. എടി, അതിന് യോഹന്നാൻ ഒരിക്കൽ കൂടി ഒരു പൊടിക്ക് തന്റെയോടുള്ള മറ്റൊരു തന്തയ്ക്ക് ജനിക്കണം. ഇതേ മാണിക്കോത്ത് കുടുംബ വീടാ. ഇതിന്റെ മുറ്റത്ത് കാലെടുത്ത് വെക്കുന്ന ശത്രുവിന് പോലും മഹേന്ദ്രൻ കൽപ്പിക്കുന്ന അന്തസ് വേണം. യോഹന്നാനും മകനും ആദ്യം അത് ഉണ്ടാവട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങള്. കൊത്തു കിട്ടി അടങ്ങുന്നും പറഞ്ഞ് പാമ്പിന്റെ മാളത്തിലേക്ക് തലയും കൊണ്ട് ചെല്ലുന്ന ആളിന്റെ അടുത്ത് ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. അനുഭവത്തിൽ വരുമ്പോ പഠിച്ചോളൂ. നിനക്കെന്താടി പേടിയുണ്ടോ എന്റെ കൂടെ ജീവിക്കാൻ? എടി, സിംഹക്കൂട്ടി ജീവിക്കുമ്പോ സിംഹമായില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പുലിക്കുട്ടിയെങ്കിലും ആകാൻ നോക്കണം. അല്ലാതെ പൂച്ചക്കുട്ടിയായിട്ട് ജീവിക്കാൻ പോയാലേ പേടി കൊണ്ട് ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റില്ല. പിന്നെ അടയ്ക്കാം, എന്നേക്കുമായിട്ട് വിധിക്ക് കീഴടങ്ങിക്കൊണ്ടുള്ള ഒടുക്കത്തെ അടയ്ക്കൽ. എടി, നിന്നെ പോലെയൊക്കെ ഉള്ളവർക്ക് അത് തന്നെയാ വേണ്ടത്. മാണിക്കോത്ത് മഹേന്ദ്രന്റെ വേല കളയാനായിട്ട് കൂടെ കൂടിയിരിക്കുന്നവള് പൊയ്ക്കോണം അപ്പുറത്ത്. എന്നിട്ടേ അടുക്കളയില് വല്ല പണിയും ഉണ്ടോ നോക്ക്. അല്ലാതെ ഭാരിച്ച കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറഞ്ഞിട്ട് സ്വയം ഇങ്ങനെ ചെറുതാകാൻ നിൽക്കല്ലേ. ഞാൻ ഇനി ഇക്കാര്യത്തിലൊന്നും പറയുന്നില്ല. അനുഭവം ഗുരുവെന്നാണല്ലോ. ഇപ്പൊ മോൻ ആശുപത്രിയില്ല. ഇനി നമുക്കൊരു മോള് മാത്രമേ ഉള്ളൂ, ചന്ദ്ര. അവളെയും കൂടി ഇല്ലാതാക്കി കളയരുത്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്ന് നിന്നേ. അങ്ങനെ ഒരു പേടി നിനക്കുണ്ടെങ്കില് നിനക്ക് നിന്റെ മോളെയും വിളിച്ചോണ്ട് നിന്റെ വീട്ടിൽ പോയി നിൽക്കാം. കൂടപ്പെടുന്ന പെങ്ങളെയാ തീർക്കാൻ പോകുന്നത്. കൈവറയ്ക്കാതിരിക്കാൻ അപ്പനും അമ്മച്ചിയും ഒന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ. അരുത് ഡേവിസേ. ആന്റണി, വിട് വിട്. ഡേയ്സ് നിന്റെ കൂടെ പറപ്പ. അവളുടെ രക്തം ഭൂമിയിൽ വീഴുക എന്ന് പറഞ്ഞാ
നിന്റെ രക്തം വീഴുന്നതിന് തുല്യമാണ്. അവൾ അർഹിക്കുന്ന ശിക്ഷ നമ്മൾ കൊടുക്കണം. പിന്നെ കാടുകളൊക്കെ ചെന്നാൽ ഒരു മൃഗവും വേട്ടക്കാരന് ഭക്ഷണമായിട്ടില്ല. അവനതിനെ അവന്റെ തഞ്ചത്തിനും താളത്തിനും പാകമാക്കിയതിനു ശേഷം മാത്രമേ കഴുത്തിന് കത്തിവെക്കാൻ ശ്രമിക്കൂ. മാത്രമല്ല, ഒരു മാനസാന്തരം അത് ഡെയ്സിക്കും കൊടുക്കാവുന്നതാണ്. ഇത്രയൊക്കെ ചെയ്തൊപ്പിച്ച അവൾക്ക് ഇനി എന്ത് മാനസാന്തരം വരാനാ? അങ്ങനെ ഒരു ചിന്ത അവളിലുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തെ മറന്നുള്ള ഈ പ്രവൃത്തി അവൾ കാണിക്കില്ലായിരുന്നു. അവൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവളല്ല ഡേവിസേ, മരിക്കേണ്ടവൾ തന്നെയാ. ഡേവിസേ, ആ തോക്കിക്ക് തന്നെ. ആന്റണി, തോക്കല്ല നമ്മൾ ആയുധമാക്കേണ്ടത്, ബുദ്ധിയാണ്. ആന്റണി ഇപ്പൊ അവിടെ പോയി വഴക്കുണ്ടാക്കിയാൽ ഒരു കുടുംബത്തിലെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ട വാർത്ത ഒരു നിമിഷം കൊണ്ട് നാട്ടിൽ പാട്ടാകും. നമ്മുടെ ശവക്കുഴി നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ തന്നെ എടുക്കുന്നത് ശരിയല്ലല്ലോ. മോനെ ആന്റണി, ഡേവിസ് പറഞ്ഞതിലും കാര്യമുണ്ട്. ഇതേ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഇരുതല മൂർച്ചയുള്ള വാള ഏത് രീതിയിൽ കൊണ്ടാലും ചോര പൊടിയും. ഞാനിപ്പോ ചോദിക്കാൻ പോണ്ടെന്നാണോ നിങ്ങളെല്ലാം പറഞ്ഞു വരുന്നേ? എടാ മോനെ, കളം മാറ്റി ചവിട്ടണം.